കൽക്കി പുരാണവും മഹാഭാരത അല്ലെങ്കിൽ മൂന്നാം ലോകമഹായുദ്ധം. നമ്മളിന്ന് ജീവിക്കുന്നത് കലിയുഗത്തിലാണ്. അപ്പോൾ മഹാഭാരത യുദ്ധം എന്ന് പറയുമ്പോൾ ഒരു യുഗം കഴിയുമ്പോഴാണ്, ഒരു യുഗത്തിൻ്റെ അവസാനം അതിൻ്റെ ദൂഷ്യവശങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മഹാഭാരത യുദ്ധം നടക്കുന്നത്. ഏത് യുഗത്തിൻ്റെ അവസാനത്തിലാണ് ആ യുദ്ധം നടക്കുന്നത്? അപ്പം മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് കലിയുഗത്തിൻ്റെ ആദ്യ ഭാഗവുമാകാം, ഇല്ലേ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗത്തിൻ്റെ അവസാനം കഴിയുമ്പോൾ, അപ്പോഴാണ് ദുഷിക്കുക, അപ്പോഴാണ് മഹാഭാരത യുദ്ധം നടക്കുന്നത്. ഇല്ലേ മൂന്നാം ലോകമഹായുദ്ധം. ഒന്ന് പരശുരാമൻ്റെ കാലഘട്ടത്തിലെ യുദ്ധം, അത് ഒന്നാം ലോകമഹായുദ്ധം. രണ്ട് കൊളോണിയലിസത്തിൻ്റെ രാമകഥയിലുള്ള യുദ്ധം. മൂന്നാമത്തത് ദ്വാപരയുഗം. ദ്വാപരയുഗത്തിൻ്റെ അവസാനം എത്തുമ്പോഴാണ് കൃഷ്ണൻ്റെ മഹാഭാരത യുദ്ധം, അല്ലെങ്കിൽ മൂന്നാം ലോകമഹായുദ്ധം. അപ്പോൾ അത് കലിയുഗത്തിൻ്റെ ആദ്യ ഭാഗത്തിലായിരിക്കും. കലിയുഗത്തിൻ്റെ ആദ്യ ഭാഗം, കാരണം അവസാനം അത് അപ്പോൾ നമുക്കൊരു പീരീഡിന് അങ്ങനെ കൃത്യമായിട്ട് ഇന്ന ഡേറ്റ് വെച്ചൊന്നും പറയാൻ പാടില്ല. ഒരു കഥ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ചരിത്രം ഇങ്ങനെയാണ് പോകുന്നത്, 3-4 യുഗമായിട്ട് തിരിച്ചിട്ട്. അല്ലാതെ അതിനൊരു ബൗണ്ടറി വെച്ചിട്ട് കൃത്യം ഇന്ന ഡേറ്റിന് നടക്കുന്നൊന്നും പറഞ്ഞുകൊണ്ട് കഥ രൂപത്തിലാവുമ്പോൾ ജനറലായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ലോകം പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ടും ഭാഗവതത്തിൽ അവസാനം പ്രളയം നടക്കുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അത് എപ്പോഴാണ് നടക്കുക? കലിയുഗത്തിൻ്റെ അവസാനത്തിലാണ്. ലോകം പ്രളയത്തിലെല്ലാം മുങ്ങുന്ന കാര്യങ്ങളെല്ലാം. ഇപ്പം പാണ്ഡവര് അർജുനന് പോലും രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയെല്ലാം പറഞ്ഞല്ലോ. കൃഷ്ണൻ്റെ തിരോധാനം, അതിൻ്റെ ശേഷം അർജുനനോട് ചില ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിക്കുന്നു, സ്ത്രീകളെല്ലാം രക്ഷിക്കണം എന്ന് പറയുന്നു. പക്ഷേ കാട്ടാളന്മാർ പിടിച്ചു പോകുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടല്ലോ. അതെല്ലാം കലിയുഗത്തിൻ്റെ അവസാനം വരുന്നതായിട്ട് അങ്ങനെ അവിടെ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? പരീക്ഷത്തിൻ്റെ കാലഘട്ടവും ജനമേജയൻ്റെ കാലഘട്ടം എല്ലാം അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കൽക്കി പുരാണത്തിലൂടെ, ഭവിഷ്യപുരാണത്തിൻ്റെ ഒരു ഉപപുരാണമായിട്ടാണ് കൽക്കി പുരാണം വരുന്നത്. ഇനി നടക്കാൻ പോകുന്ന കാലഘട്ടം അവർ പറഞ്ഞതാണ് ഭവിഷ്യം. അപ്പം നമ്മൾ ഈ പ്രസൻറ്റ് ഡേ ആണ്, അതിലാണ് കൽക്കി പുരാണം. അപ്പം കൽക്കി പുരാണത്തിലെ ആദ്യ ഭാഗത്തിൽ എന്ത് പറയും? ഈ മഹാഭാരത യുദ്ധത്തിലൂടെ ഉണ്ടായ ലോകത്തെപ്പറ്റി പറയും. കാരണം കലിയുഗത്തിൻ്റെ ആദ്യ ഭാഗത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പം ഇതിനെ പ്രഥമ, ദ്വിതീയ, തൃതീയ എന്നീ തൃതീയാംശം എന്നീ നിലയിലെല്ലാം പറഞ്ഞു പോയിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗത്തിൽ കലിയുഗത്തിലേക്ക് നല്ലൊരു ലോകത്ത്, കലിയുഗമാണ് ഏറ്റവും നല്ല, കാരണം മഹാഭാരത യുദ്ധത്തിന് ശേഷം ആ ചൂതുകളിയെല്ലാം അതിന് കാരണം. അതിന് ശേഷം നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാകുന്നു. ആ ലോകത്തെപ്പറ്റി, ആ ലോകം കലി ഭരിക്കുന്നു എന്ന നിലയിൽ അത് നല്ല സുന്ദരമായ ലോകം തന്നെയാണ്. അതിന് ശേഷം അവസാനത്തുമ്പോഴാണ് പിന്നെ എന്ത് സംഭവിക്കുന്നത്? അതും നശിക്കുന്നു, പ്രളയത്തിലൂടെ ലോകം നശിക്കുന്നു. അപ്പം അതിൻ്റെ ഒന്നാം ഭാഗത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അതപ്പം മഹാഭാരത യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ നമ്മളിന്നും ആ ഘട്ടത്തിലാണുള്ളത്. അത് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും. അത് കൽക്കി പുരാണത്തിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചുകൊണ്ട് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഇപ്പോൾ ധർമ്മച്യുതി സംഭവിച്ചപ്പോൾ, അതുകൊണ്ടാണ് ധർമ്മയുദ്ധം കൽക്കി പുരാണത്തിൽ പറയുന്നതാണ്, ധർമ്മച്യുതി സംഭവിച്ചു. അപ്പം ധർമ്മച്യുതി സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് മഹാഭാരത യുദ്ധം നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൽക്കിയെ വെച്ച് പറയുന്നതേ ഉള്ളൂ, ധർമ്മച്യുതി സംഭവിച്ചു. കാരണം കൃഷ്ണൻ ധർമ്മം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ജനിച്ചത്.
അപ്പം അതിൻ്റെ ശേഷം പിന്നെ ധർമ്മച്യുതി പറയുന്ന അർത്ഥമില്ല കലിയുഗത്തിൻ്റെ ആദ്യത്തിൽ. അപ്പം ആ കഥയാണ് ഒരു ഭാഗമായിട്ട് അങ്ങ് പറഞ്ഞു വെക്കുന്നത്. അപ്പം ധർമ്മച്യുതി സംഭവിച്ചു, ഈശ്വരനെ ആരാധിക്കുന്ന പരിപാടി നിന്നു. ഈശ്വരനെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ഇന്നാണ് ഏറ്റവും അധികം ഈശ്വരനെ ആരാധിക്കുന്നത്, അല്ലാതെ കൃതയുഗത്തിലൊന്നും ഈശ്വരനെ ആരാധിക്കുന്ന പരിപാടിയൊന്നുമില്ല. വേദവ്യാസനൊന്നും ഇതേമാതിരിയുള്ള ഭക്തിയും കൊണ്ട് നടന്നിട്ടില്ല. അപ്പം ഇത് ഈശ്വര ആരാധനയാണോ അല്ലയോ എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്താണ് ഈശ്വര ആരാധന? ഈശ്വരനെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വേദ ഉപനിഷത്തുക്കൾ പറയുന്നതിൽ വെച്ച് എല്ലാം ചിന്തിക്കണം. എന്താണ് ഈശ്വരൻ? ഈശ്വരൻ എന്താണ്? അതിനെ ആരാധിക്കുക എന്താണ്? എന്തിനാണ് അതിനെ ആരാധിക്കുന്നത്? എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? അതാണ് ആ ഉപനിഷത്തുക്കൾ പറഞ്ഞു തരുന്നത്. അതായത് ഈശ്വരൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായത് അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതിന് എന്ത് പേരും കൊടുക്കാം. കാരണം പേരിലൊന്നും പ്രശസ്തിയില്ല, അത് നമ്മൾ ഉണ്ടാക്കിയതാണ്. അല്ലാതെ തെങ്ങിൻ്റെ പേരൊന്നും കൊണ്ടല്ല ജനിച്ചിരിക്കുന്നതാണ്. നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിന് തെങ്ങ് ആക്ക് പേര് കൊടുക്കുന്നില്ല, അതുപോലെ ഒരു പേര് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പം പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ ആ സംഗതിക്കാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതിന് ബ്രഹ്മം എന്നാണ് വേദം പറയുന്നത്. മറ്റുള്ളവർ അള്ളാ എന്നോ യഹോവ എന്നോ എന്തോ പറഞ്ഞോട്ടെ, എല്ലാം ഒന്നു തന്നെ. വേദം പറയുന്നത് അതിനെ മനസ്സിലാക്കാനും പറ്റില്ല. കാരണം നമ്മളെ ശരീരം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ അനലൈസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ജനിതക ഘടനയുണ്ട്. ആ ജനിതക ഘടന ഇങ്ങനെ ഒരു കോണിപ്പടിൻ്റെ രൂപത്തിലാണ്. ക്രോമസോമുകളെല്ലാം നെറ്റിൽ നോക്കിയാൽ കിട്ടും. അത് ഏത് ജീവിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം അതേല്ലാം പോലെ തന്നെ. അപ്പം നമ്മൾ ഈ കാണുന്ന വ്യത്യസ്ത രൂപങ്ങളെല്ലാം പുരുഷനിൽ തന്നെ വ്യത്യസ്ത രൂപം ഉണ്ടെങ്കിൽ അതിൻ്റെ ജനിതക ഘടന എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലെയാവും. ആ ക്വാളിറ്റി നമ്മൾ ഈ കാണുന്ന രൂപമെല്ലാം നഷ്ടപ്പെടും. അപ്പം നമ്മൾ സൂക്ഷ്മമായ അന്തറിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു ചുറ്റുകോണീൻ്റെ രൂപത്തിൽ വരും. അതിനെ പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന ആറ്റങ്ങളാണ്. ആറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടം നടുവിൽ കുറച്ച് ഇലക്ട്രോണിക്കിനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം പൊളിച്ചു കഴിഞ്ഞാൽ അവസാനം കിട്ടുന്ന സാധനം ആറ്റമാണ്. അപ്പോൾ ആറ്റത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ആറ്റം ഒരേ മാതിരിയുള്ള സാധനം, കുറച്ച് ആറ്റങ്ങളുണ്ട്, ഒരു 100 കണക്കിന് ആറ്റങ്ങളുണ്ട്, വ്യത്യസ്തരമാണ്. ഘടനമായ വ്യത്യാസമുണ്ട്, എല്ലാം ഘടനയെല്ലാം ഒരുപോലെ തന്നെ. അതിനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് 3 കണങ്ങൾ മാത്രമാണ്. പിന്നെ എനർജിയാണ്, ഇലക്ട്രോണും പ്രോട്ടോണും, ന്യൂട്രോണും ഇലക്ട്രോണും പ്രോട്ടോണും കൂടിയാണ് പ്രധാനപ്പെട്ട കണങ്ങൾ. ഇപ്പം 2 ബോളുമാരിയുള്ള 2 സാധനങ്ങൾ, അത് ബോളാണോ അല്ലയോ എന്നുള്ളതിനും വ്യത്യാസമുണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം ബോളും, അപ്പം ഒരു ചെറിയ ബോളും ഒരു വലിയ ബോളും കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പം നമ്മളും എല്ലാവരും ആ ഒരൊറ്റ ബോളിൽ നിന്നാണ് ഉണ്ടായത്. അതും ചിലപ്പം തരംഗമായിട്ട് ആക്ട് ചെയ്യും, ഇങ്ങനെ വേവായിട്ട്. അപ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്ന കുറച്ച് തരംഗം മാതിരിയുള്ളതാണ്. തരംഗം പലതരത്തിലുണ്ട്. ഈ തരംഗത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് എല്ലാം, ഈ പ്രപഞ്ചം മുഴുവൻ. പക്ഷെ അവിടെയും വ്യത്യസ്തമായിരിക്കുന്ന ഒരു സംഗതി ഉണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റവും വേറൊരാളെ ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റങ്ങളും രണ്ടും രണ്ടാണ്. ഒരേ രൂപത്തിലാണെങ്കിലും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് അതല്ല ഇത്, ഞാനല്ല അത് എന്ന് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം ഈ വീടുണ്ടാക്കിയിരിക്കുന്ന കല്ലല്ല അടുത്ത വീടുണ്ടാക്കിയിരിക്കുന്ന കല്ല്, എല്ലാം കല്ല് തന്നെയാണ്. പക്ഷേ രണ്ടും രണ്ടാണ്. അപ്പം രണ്ടായിട്ട് ചിന്തിക്കാം. അപ്പം ഇങ്ങനെ തരംഗരൂപത്തിലാണെങ്കിലും തരംഗത്തിന് പ്രത്യേകതയുണ്ട്. ചിലത് ഇങ്ങനത്തെ തരംഗമാണ്, ചിലപ്പോൾ ഇങ്ങനെയുള്ള തരംഗമാണ്, വ്യത്യാസമുണ്ട്. അപ്പം രണ്ടും രണ്ടാണെന്നും വേണമെങ്കിൽ പറയാം. എന്നാൽ ഈ തരംഗത്തെയും ഇല്ലാതാക്കുമ്പോൾ അവസാനം ചുരുങ്ങി 1, 3, 2, 1 ഇങ്ങനെ വന്ന് അവസാനം എത്തുന്ന ഒരു സംഗതിക്ക് അതിന് അപ്പം രൂപം ഉണ്ടാവില്ല, ഭാവം ഉണ്ടാവില്ല. ഈ രൂപമെല്ലാം അങ്ങോട്ട് പോകുന്നതോറും എല്ലാം ഇല്ലാതായി ഇരിക്കുകയാണ്. അവസാനം തുടങ്ങുന്ന ഒരു സംഗതി നമുക്ക് ബുദ്ധിയിലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സയൻസിലൂടെ ശാസ്ത്രീയമായിട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് കുറച്ച് യുക്തിചിന്ത ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു സംഗതിയിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്.
അതിന് രൂപവുമില്ല, ഭാവവുമില്ല, ഒന്നുമില്ല, കയ്യുമില്ല, കാലുമില്ല, ബുദ്ധി ഇതേമാതിരി ഒന്നുമില്ല. എന്തോ ഒന്നും വർണ്ണിക്കാൻ പറ്റില്ല. അവരൊരു പേര് കൊടുക്കണമല്ലോ, അതിന് ബ്രഹ്മം എന്ന് പേര് കൊടുക്കും. വേദം തന്നെ പറയുന്നു ഓരോ ആൾ അതിനെ വർണ്ണിക്കാനെല്ലാം പ്രയാസമാണ്. പക്ഷേ ഓരോ ആൾ അവരവരുടെ കഴിവിനനുസരിച്ച് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും. എല്ലാ സംഗതി ഒന്ന് തന്നെയാണ്. അങ്ങനെ ചിലവർ ഓരോ പേരിട്ട് കൊടുത്തു, അള്ളാന്നോ യോഹോന്നോ എന്തെല്ലോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വേദം അതിന് ബ്രഹ്മം എന്ന് പേര് കൊടുത്തു. അതിന് രൂപമില്ല, ഭാവമില്ല, അതൊന്നും ജനിക്കുന്നുമില്ല, ഒന്നുമില്ല. ഇപ്പം നമ്മളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന സൃഷ്ടിയാണ്. കാരണം പലതരം ആറ്റങ്ങൾ കൊണ്ടാണല്ലോ. ഞാൻ ഉണ്ടാക്കിയ ആറ്റമല്ല വേറൊരാൾ, ഈ ഉണ്ടാക്കിയ കല്ലല്ല, കല്ല് ഉപയോഗിച്ചിട്ടുള്ള വേറെ കല്ലുണ്ടായത്. രണ്ടും കല്ല് തന്നെയാണ്, എല്ലാം ഒന്ന് തന്നെയാണെങ്കിൽ വ്യത്യസ്തമാണ്. അപ്പോൾ അത് കൂട്ടിച്ചേർക്കുന്നതിനാണ് സൃഷ്ടി എന്ന് പറയുന്നത്. പക്ഷെ ആദ്യം ഉണ്ടായിരുന്ന ഈ സംഗതി ഒന്നുമില്ലാത്തൊരു സംഗതി എന്ന് പറയുന്നത് അത് ബ്രഹ്മമാണ്. അത് പിന്നെ വ്യത്യസ്തമൊന്നുമില്ല, ഒറ്റൊന്നാണ്. അത് പിന്നെ എല്ലാ ലോകത്തിലുള്ള ഈ പ്രപഞ്ചത്തിലെല്ലാത്തിനും അതിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ അത് ഒന്നാണ്. അത് സൃഷ്ടിയാൻ പറ്റുക, അത് തന്നെ ആയി മാറാനേ പറ്റുള്ളൂ. സൃഷ്ടി നടത്തേണ്ടത് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എടുത്തിട്ട് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ എടുത്ത് യോജിപ്പിച്ചിട്ടാണ് സൃഷ്ടി നടത്തേണ്ടത്. ആദ്യമുള്ളത് ഒന്നേ ഉള്ളൂ. ഒന്നിന് പിന്നെ അത് തന്നെ മാറാനേ പറ്റുകയുള്ളൂ. അപ്പൊ ആദ്യം ഉണ്ടാകുന്ന ബ്രഹ്മത്തിന് രൂപം പാകില്ല. അതുകൊണ്ട് അത് ഏകനാണ്, അതാണ് ഈശ്വരൻ. ഈശ്വരൻ ഒന്നാണ്, അതിന് രൂപവും ഭാവമില്ല, കണ്ണും പൂവമും ഒന്നുമില്ല. അത് ആണ് ഈ പ്രപഞ്ചമായി മാറിയത്. അതെന്തിൽ നിന്നൊന്നും വേർപെട്ടിട്ടില്ല. അത് തന്നെയാണ് ഞാനായി മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് തന്നെയാണ് ഞാനും, അത് തന്നെ എല്ലാം അതാണെന്ന് ചിന്തിക്കാൻ പറ്റണം. വീട് എൻ്റെ വീടല്ല മറ്റേ വീട്, അത് കാരണം രണ്ട് കല്ല് കൊണ്ട് നിർമ്മിച്ചതാണ്. പക്ഷെ ഇതല്ല, ഇത് ആ സംഗതിയിൽ നിന്ന് തന്നെ. ഏതെന്ന് പറഞ്ഞാൽ നമ്മളെ കൈമേലൊരു ഗോതമ്പ് മാവുണ്ട് എന്ന് വെച്ചോളൂ. ഇത് ഗോതമ്പ് മാവാണ്. ഈ ഗോതമ്പ് മാവിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് നമുക്ക് ഒന്നുണ്ടാക്കാം. അപ്പോൾ ഈ കഷ്ണം എടുത്തിട്ട് ഇതുണ്ടാക്കി, ഇവിടുന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ഇതുണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ അളവ് കുറയും. ഇത് ഭൗതിക ലോകമാണ്. അപ്പോൾ കാണാൻ രണ്ടും രണ്ടായിട്ട് തോന്നും. രണ്ടും രണ്ടാണ്, കാരണം രണ്ട് വേറിട്ട് നിൽക്കുകയാണ്. അതിനാണ് സൃഷ്ടി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന അതല്ല. ആ ഒന്നേ ഉള്ളൂ. ഒന്നൊന്ന് വേർപെട്ട് പോവുകയല്ല ചെയ്യുന്നത്. ആ ഒന്ന് ഇതുപോലെ ഇതിനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഉരുട്ടിയിട്ട്, ഇവിടെ ഒരു മനുഷ്യനുണ്ട്, ഇവിടെ ഒരു പക്ഷിമാരിയുണ്ട്, ഇവിടെ ഒരു ആനമാരിയുണ്ട്, ഇവിടെ ഒരു മേശമാരിയുണ്ട്, ഇവിടെ ഒരു ബോളുമാരിയുണ്ട്, ഇങ്ങനെ സൂര്യന്മാരിയുണ്ട്. ഇത് തന്നെ ഓരോ സ്ഥലത്ത് ഉരുട്ടി വെച്ച മാതിരിയാണ് ഇതുള്ളത്. അപ്പം ഇതിൽ നിന്ന് എല്ലാം അത് തന്നെയാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തിൽ ഈ കൈയും ഈ കൈയെല്ലാം ഞാൻ തന്നെയാണ്. ഇതിന് പിന്നെ വേറെയായിട്ട് കാണാൻ പറ്റില്ല. ഞാൻ ആദ്യം ഒരു ഗോതമ്പ് മാവ് അരി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗം ഉരുത്തി തലയാക്കി, ഒരു ഭാഗം കൈയാക്കി, ഒരു ഭാഗം. അപ്പോൾ ഈ ടോട്ടൽ ഉണ്ടാകുന്ന ഗോതമ്പ് മാവ് തന്നെയാണ് ഞാൻ. അങ്ങനെ
ആ ബ്രഹ്മത്തിൽ നിന്ന് ഒറ്റൊരു സംഗതിയിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അതെല്ലാം അതിൻ്റെ അംശങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ അതിനാണ് അവതാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവതാരത്തെ തന്നെ, എല്ലാ അവതാരം തന്നെയാണ്. നമ്മൾ ആ ബ്രഹ്മം തന്നെയാണ് നമ്മളായിട്ട് മാറിയിരിക്കുന്നത്. അപ്പം പിന്നെ സൃഷ്ടിക്ക് പ്രാധാന്യമില്ല എന്ന് വരുന്നത് ഒരു ചോദ്യമുണ്ട്. പക്ഷേ അവതാരം വരുമ്പോൾ അതൊരു പ്രേരക ശക്തിയാണ്. ആ ശക്തി പല രൂപത്തിലായിട്ട് തിരിയുന്നതിനാണ് അവതാരമായിട്ട് കുറച്ചുകൂടി പ്രാബല്യത്തിൽ വരുന്നത്. കാരണം നമുക്ക് എന്തൊക്കെ എടുത്തിട്ട് വെണ്ടയ്ക്ക് ഇതെല്ലാം എടുത്തിട്ട് കറി ഉണ്ടാക്കാം. അതെല്ലാം സൃഷ്ടിയാണ്, നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ അതിൻ്റെ പിന്നിലെല്ലാം പ്രേരിപ്പിക്കുന്ന ശക്തിവിശേഷത്തെയാണ് യഥാർത്ഥത്തിൽ കുറച്ചും കൂടി അവതാരമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ആ ശക്തിയാണ് പലതായിട്ട് ആക്ട് ചെയ്യുന്നത്. ഒരേ ശക്തി തന്നെ, ഒരു ഇലക്ട്രിക്കൽ എനർജി പലതരത്തിൽ ആക്ട് ചെയ്യും. മാഗ്നറ്റിക് ഇങ്ങനെയാവുന്നത്. അതുപോലെ ആ ശക്തിവിശേഷം പലതായിട്ട് മാറുകയാണ്. ടോട്ടൽ എനർജി ഓൺ ദി യൂണിവേഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ സയൻസിലോട്ട് ചിന്തിച്ചു പോകണം. ഇതിനൊന്നും അത്ര വ്യാഖ്യാനിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ആ അവതാരത്തിലേക്ക് നമുക്ക് കിടക്കണം. പക്ഷേ നമുക്ക് ജനറലായിട്ട് മനസ്സിലാക്കേണ്ടത് ആ ബ്രഹ്മം തന്നെയാണ് നമ്മളെല്ലാമായിട്ട് മാറിയത്. നമ്മളെല്ലാമായിട്ട് മാറി എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അത് 4 യുഗങ്ങളിലൂടെ ഒരു സുന്ദരമായ ലോകം ഉണ്ടാകും. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അത് തന്നെ 4 യുഗങ്ങളായിട്ട് മാറിയിട്ട് അവസാനം ഒരു നല്ലൊരു ലോകം ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ ലോക സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മളെ സൃഷ്ടിച്ച അതിനെ തൊഴുതുകൊണ്ടിരിക്കാൻ വേണ്ടിയില്ല. അതിന് നിങ്ങളെ തൊടേണ്ട ആവശ്യവും ഇല്ല. അതൊരു ശക്തി വിശേഷമാണ്. അതിനെ തൊഴുതുക എന്ന് പറയുന്നതിനൊന്നും അർത്ഥമില്ല. നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിക്കാനായിട്ട് നമ്മളെ ജനിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ പറഞ്ഞ മാതിരി ഇതിൻ്റെ അകത്തൊരു തല കൊടുത്തിട്ട് ഇത് ഞാനെന്ന ഒരു ചിന്താഗതി ഉണ്ടാക്കുന്നു. ഇതിൻ്റെ അകത്ത് ഒരു തല കൊടുത്തിട്ട് ഇത് പക്ഷിയാണെന്ന് ചിന്തിക്കുന്നു, ഇതും ഞാൻ മനുഷ്യനാണെന്ന് ചിന്തിക്കുന്നു. ഈ ചിന്ത കൊടുത്തിട്ട് ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഇവനെ കൊണ്ട് ഇതിനെ പക്ഷീനെ പിടിക്കുകയോ എന്തോ ചെയ്യിപ്പിക്കുന്നത്, കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൽ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ടാണ് ഇവനെ കൊണ്ട് ഈ ലോക പുരോഗതിയിൽ കർമ്മം ചെയ്യിപ്പിക്കുന്നത്. അപ്പം എന്നിൽ ഞാനെന്നൊരു അതും ആ ശക്തി തന്നെയാണ് ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കുന്നത്. നമ്മൾ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കുന്നു. അതെപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മൾ നല്ല ഗാഠ നിദ്രയിലാവുമ്പോൾ നമ്മൾ ഞാനില്ല. ഞെട്ടുമ്പോഴാണ്. ഞെട്ടുന്നതിനാണ് കർമ്മം ചെയ്യാനാണ്. അപ്പം മുതലാണ് ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കുന്നത്. ഈ ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ടാണ് ലോക പുരോഗതിയിലേക്ക് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു നാടകത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തീരുമാനിച്ചതേ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു ഫാക്ടറിയിൽ നമ്മൾ ജോലിക്ക് ചേർന്ന് കഴിഞ്ഞാൽ ആ ഫാക്ടറിയിലുള്ള കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണോ സൃഷ്ടിച്ചിരിക്കുന്നത് ആ കർമ്മം ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ അറിയാതെ ചെയ്തു പോവുകയാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന ഞാനെന്നൊരു ചിന്തയുണ്ടായത് കൊണ്ട് ഞാൻ എനിക്ക് വേണ്ടിയാണ് എന്ന നിലയിൽ ചിന്തിക്കുന്നു. അതിൻ്റെ സുഖദുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരിക്കലും സുഖം കിട്ടാൻ പോകുന്നില്ല. ഒരു ജോലി തീരുമ്പോൾ അടുത്തത് തരും. തീരുമ്പം കൊടുക്കാൻ ഞാൻ എന്താണെന്നെല്ലാം പറയുന്ന സിനിമയിൽ പറഞ്ഞ മാതിരി തീരുമ്പോൾ ഓരോ ജോലി തന്നുകൊണ്ടിരിക്കും. കഠിന ജീവിതം എന്ന് പറഞ്ഞാൽ ഗോത്ര കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ കർമ്മം ചെയ്യുകയാണ്. ഈ സത്യം നമുക്ക് മനസ്സിലാതത് കൊണ്ടാണ് നമ്മൾ മായയിൽ അകപ്പെട്ടു എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു നാടകത്തിൽ അഭിനയിക്കുമ്പോൾ നമുക്കറിയാം, ഞാൻ അവിടെ ഇന്ന റോളെല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ പൈസ വാങ്ങിയിട്ട് അയാളെ ഇതനുസരിച്ച് ചെയ്യാൻ ബാധ്യസ്ഥമാണ്. പക്ഷേ ഈ ജീവിതമാകുന്ന നാടകത്തിൽ നമ്മൾ ഇറങ്ങുമ്പോൾ
നമ്മൾ ഞാനെന്നൊരു ചിന്ത വരുന്നത് കൊണ്ട് നമുക്ക് ഇത് അതാണ് ചെയ്യിപ്പിക്കുന്ന എന്നെ കൊണ്ട് എന്ന് അതാണ് ചിന്തിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യില്ല. കാരണം അതവിടെ കാണാനില്ല, അതിനെ കാണാനും ഇല്ല. അതുകൊണ്ട് പിന്നെ നമ്മളെന്ത് വിചാരിക്കുക, എന്നാൽ പിന്നെ മതി ചെയ്തതെന്ന് വിചാരിക്കുക. പക്ഷെ ചെയ്യാതിരിക്കാനൊന്നും പറ്റില്ല, അത് തന്നെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് അങ്ങനെ ചിന്ത നമുക്ക് സംഭവിക്കില്ല. അപ്പം നമ്മൾ ഭൗതിക ജീവിതത്തിൽ ജീവിക്കുന്നവരാണ്. പക്ഷെ ഭൗതിക ജീവിതത്തിലേക്ക് നിൽക്കുമ്പോഴാണ് ഈ കുഴപ്പം വരുന്നത്. എൻ്റെ എന്ന ചിന്ത വരുമ്പോഴാണ് എൻ്റെ കുടുംബം അതിനെ വേണം മീന വേണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പലതിനു വേണ്ടി നമ്മൾ ഓടി നടക്കും. അങ്ങനെ ഓടി നടക്കുന്നതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ലോകം പുരോഗമിക്കുന്നത്. സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പലതും ചെയ്യുന്നുണ്ടെങ്കിലും, പല കെട്ടിടങ്ങൾ കെട്ടുന്നു, എല്ലാം ചെയ്യുന്നു, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെങ്കിലും പുരോഗതി നടക്കുന്നുണ്ട്. ലോക പുരോഗതി നടക്കുന്നുണ്ട്, കാലം ഉദ്ദേശിക്കുന്നത് നടക്കുന്നുണ്ട്. പക്ഷേ പുരോഗമിക്കുമ്പോഴും ഇങ്ങോട്ട് വരുന്തോറും നമ്മൾ സ്വാർത്ഥത കൂടിക്കൂടി വരികയാണ്. ആദ്യ കാലഘട്ടത്തിൽ, ഗോത്ര കാലഘട്ടത്തിൽ മനുഷ്യർ കുറച്ചേ ഉള്ളൂ, ഭൂമി ഇഷ്ടംമാരിയുണ്ട്. ഇവിടെയാണെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് മത്സരിക്കേണ്ട, അവനവന് വേണ്ടത് അവനവന് ഉണ്ടാക്കണം. അതുകൊണ്ട് മനുഷ്യൻ നല്ലൊരു സ്വഭാവത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ചേ ഇങ്ങോട്ട് വരുമ്പോഴാണ് സ്വാർത്ഥത ഇതുമെല്ലാം കൂടി വരുന്നത്. അപ്പോൾ ഓരോ ഘട്ടം വരുമ്പോഴും ഗോത്ര കാലഘട്ടം, കൊളോണിയലിസം ഇതെല്ലാം കഴിയുമ്പോൾ അതിനെ തട്ടി മാറ്റിയിട്ടേക്കാണ് അടുത്തയിലേക്ക് പോകുന്നത്. ഇപ്പം കലിയുഗത്തിൻ്റെ ആദ്യം എത്തുമ്പോൾ മനുഷ്യൻ സ്വാർത്ഥതയുടെ ഏറ്റവും സുഖത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. പക്ഷെ എങ്ങനെ കർമ്മം ചെയ്യുകയാണ് വേണ്ടത്? ഈ സത്യം മനസ്സിലാക്കിയിട്ട് ആ ശക്തി ഇവിടെ പ്രപഞ്ചത്തിലെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കിയിട്ട് ചെയ്തു കൊടുത്തേക്കോ. ഒരു നാടകത്തിലെ ജീവിതത്തിൽ നാടകത്തിൽ എന്താണോ അഭിനയിക്കേണ്ടത് അതുമാതിരി കള്ളനോ വ്യതിചാരക്കാരനോ കുഷ്ഠരോഗി എന്താണെങ്കിലും അതുമാതിരി അഭിനയിച്ച് തീർക്കുന്നത് പോലെ നമ്മളെ കർമ്മം ചെയ്യുന്നതാണ് ആ ഈശ്വര പൂജ. കാരണം അത് സൃഷ്ടിച്ചത് സംവിധായകൻ. എന്താണ് സംവിധായകന് നേരെയുള്ള പൂജ എന്ന് പറയുന്നത്? സംവിധായകൻ എന്താണോ ഉദ്ദേശിച്ചത് അത്തരത്തിൽ നമ്മൾ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അതുപോലെ ഈശ്വര പൂജ എന്ന് പറയുന്നത് ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ചത് ഈ ലോക പുരോഗതിക്ക് വേണ്ടി. ലോകം മുന്നോട്ടേക്കാണ് പോകുന്നത്, പിന്നോട്ടേക്ക് വലിക്കാനല്ല, മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള പ്രവൃത്തിയിൽ പങ്കെടുത്തിട്ട് അങ്ങ് ചെയ്തു കൊടുത്തേക്കുക, ഞാനെന്ന ചിന്ത ഒഴിവാക്കുക. ഇതാണ് ഈശ്വര പൂജ. പക്ഷേ ഈ ചിന്താഗതി മാറുന്നു. സത്യയുഗത്തിൽ മനുഷ്യര് എങ്ങനെയെങ്കിലും നിലനിൽപ്പിൻ്റെ വശമായിരുന്നു. അപ്പോൾ അവർ പരസ്പരം സഹകരിച്ചിട്ട് ലോകത്തെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളേ ഉള്ളൂ. ആ ഘട്ടത്തിൽ നിന്ന് മാറ്റാനോ ശ്രമിച്ചു. ഇപ്പോൾ ഒരു പ്രളയം നടക്കുമ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് ചെയ്യുന്നില്ല, അതിനെ മറികടക്കാൻ വേണ്ടി. അപ്പോൾ അതാണ് ഈശ്വര പൂജ. ആ പ്രളയത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ജാതി മത ചിന്തയൊന്നും ഇല്ലാതെ, കുടുംബമൊന്നും ചിന്തിക്കാതെ എല്ലാവർക്കും വേണ്ടി തരണം ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു ചിന്തയാണ് ഈശ്വര പൂജ. ഞാനെന്ന ചിന്ത വരുമ്പോഴുള്ളത് ഈശ്വരനിൽ നിന്നും അകന്നു. അതാണ് കൃഷ്ണൻ കഴിഞ്ഞ കഥയിൽ പറഞ്ഞത്, ഗീതോപദേശത്തിലൂടെ പറഞ്ഞത്, നിഷ്കാമ കർമ്മം ചെയ്യുക. നിന്നെ സൃഷ്ടിച്ചിരിക്കുന്ന കർമ്മം ചെയ്യാനാണ്. അത് യുദ്ധം ചെയ്യാനാണെങ്കിൽ യുദ്ധം ചെയ്തു കൊള്ളുക, അല്ലാതെ വേറെ ഒന്നും നിനക്ക് മുന്നിൽ വഴിയില്ല. നീ ഇത് ചെയ്തേ പറ്റൂ. ആ വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ സ്വാർത്ഥത വെടിയും. പക്ഷെ ഇന്നത്തെ യുഗത്തിൽ ഈശ്വരനെ പോലും നിഷേധിക്കുന്ന അവസരത്തിൽ വരുന്നുണ്ട്. ഈശ്വരൻ ഇല്ല എന്നും പോലും ചിന്തിച്ചു പോകുന്നതാണ് ഇന്നത്തെ കാലഘട്ടം. അപ്പോൾ ഞാനെന്ന ചിന്ത കൂടി വരികയാണ്, സ്വാർത്ഥത കൂടി വരികയാണ്. അല്ലാതെ ഈശ്വരനെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ബിംബത്തെ അല്ല. ഈശ്വരൻ ബിംബമല്ല, അതിന് വകതിരിവില്ല. വേദം തന്നെ പറയുന്നത് എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിക്കണം. അതാണ് ആത്മീയത. എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കാൻ പറ്റണം. അങ്ങനെ ഒരാൾക്ക് ഇമ്പോസിബിൾ ആണ്. അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. നമ്മളെല്ലാം മായയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ രൂപത്തിൽ, എൻ്റെ ശരീരം വെളുത്തതാണെങ്കിൽ ഞാൻ വെളുത്തവനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് കറുത്തവനെ കാണുമ്പോൾ ഒരു പരിഹാസം തോന്നുന്നു. അത് മനുഷ്യൻ്റെ വീക്കിന്. അത് അങ്ങനെ അവൻ തമിഴ്നാട്ടുകാരനാണ്, ഇവൻ കേരളക്കാരനാണ്, മറ്റേത് ഇതാണെന്നെല്ലാം നമ്മളെ ഇതിൽ തോന്നും. വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതെല്ലാം ഭൗതികതയുടെ ലക്ഷണമാണ്. ആ
അത് ഈശ്വരനിൽ നിന്ന് മാറിപ്പോയി. ഈശ്വരനിൽ നിന്ന് മാറുമ്പോൾ എല്ലാത്തിലും ആ ശക്തി വിശേഷമാണ് ഇതെല്ലാം ആയത് എന്ന് ചിന്തിച്ചുകൊണ്ട് കാണുന്നതിനെല്ലാം ആ ഈശ്വരനെ കാണാൻ ശ്രമിക്കണം. അതാണ് ആത്മീയത. അതിന് പുറത്തുള്ളതെല്ലാം ഭൗതികതയാണ്. ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം ഭൗതികതയാണ്. അങ്ങനെ ആർക്കും ചിന്തിച്ചാൽ പിന്നെ അവന് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ചിന്തിക്കാൻ പറ്റില്ല. മനുഷ്യനായിട്ട് കാണാനേ പറ്റും. മനുഷ്യനായിട്ടും കാണാൻ പറ്റില്ല. കാണുന്ന മൃഗത്തിനെ എല്ലാം ആ ബ്രഹ്മത്തിൻ്റെ അംശമാണെന്ന നിലയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റണം. അതാണ് ആത്മീയത. അപ്പോൾ ആത്മീയത എന്നൊന്നും ഇവിടെ ഇല്ല. ഈ കലിയുഗത്തിൻ്റെ അവസാനത്തിൽ അത് തന്നെയാണ് പറയുന്നത്. ആത്മീയത ഇല്ലാതെയായി എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. അപ്പോൾ ഈശ്വര പൂജ ഇല്ലാതായി. ഇപ്പോൾ കഥയിൽ വരുമ്പോൾ ദേവന്മാരെല്ലാം കൂടിയിട്ട് ബ്രഹ്മാവിനെ സമീപിക്കുന്നു. ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നു? വിഷ്ണുവിൻ്റെ അടുത്ത് പോകുന്നു. അപ്പം വിഷ്ണു പറയുന്ന ഞാൻ കൽക്കി അവതാരമായിട്ട് വരാൻ പോവുകയാണ്. അങ്ങനെ വിഷ്ണു ഒരു കലിയുഗത്തെ അവസാനിപ്പിച്ച് കൃതയുഗത്തിലേക്ക് തുടങ്ങുവാൻ വേണ്ടിയിട്ടാണ് ഒരു ബ്രാഹ്മണനായി ജനിച്ചു. അപ്പോൾ ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ബ്രാഹ്മണനെ ചിന്തിക്കരുത്. ബ്രാഹ്മണൻ എന്ന് പറയുന്ന ബ്രഹ്മത്തെ മനസ്സിലാക്കിയവനായിട്ടാണ് ജനിച്ചത്. ഈ ലോകം എല്ലാം ഒരൊറ്റ ബ്രഹ്മത്തിൽ നിന്നുണ്ടാണ്. അവൻ്റെ വീക്ഷണത്തിൽ ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, ക്രിസ്ത്യാനി ഇല്ല. ബ്രാഹ്മണ ക്ഷത്രിയ വൈശാദികളായ മനുഷ്യരൊന്നുമില്ല. എല്ലാം ബ്രഹ്മം. അതാണ് ആ ബ്രഹ്മസങ്കല്പം. ഉപനിഷത്ത് പറയുന്ന ബ്രഹ്മസങ്കല്പം അതാണ്. എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കാൻ പഠിക്കുക, അവനാണ് ബ്രാഹ്മണൻ. അപ്പൊ അങ്ങനെ ഒരു ബ്രാഹ്മണനായിട്ട് ആദ്യമായിട്ട് ആ ഒരു വ്യക്തി ജനിക്കുകയാണ്. എവിടെ? ഇന്ത്യയിൽ, കൽക്കി. കാരണം എല്ലാത്തെയും ബ്രഹ്മത്തെ ആയിട്ട് ദർശിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ. അല്ലാതെ ഇന്നുണ്ടായിരിക്കുന്നതെല്ലാം ഭൗതികതയുടെ പേരിലുള്ള എന്തെല്ലോ ആയിട്ട് വ്യാഖ്യാനിച്ചത്. ബ്രഹ്മത്തെ മനസ്സിലാക്കുന്ന ആ ഉപനിഷത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ജനനം കൊണ്ടോ രക്തം കൊണ്ടോ തൊലിയുടെ നിറം കൊണ്ടോ ഏതൊക്കെ കുടുംബത്തിൽ ജനിച്ചോണ്ടൊന്നും ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആവില്ല. അത് അവൻ്റെ ജനിതക ക്വാളിറ്റിയാണ്. അവൻ്റെ ബ്രാഹ്മണനാണെങ്കിൽ എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുക. ഈ പ്രപഞ്ചം ഒരൊറ്റ ശക്തിയിൽ നിന്നാണ് ഉണ്ടായത്. ഇതെല്ലാം അതിൻ്റെ വേറെ രൂപങ്ങളാണ് എന്ന് കാണാൻ എല്ലാത്തിലും ഈ ബ്രഹ്മത്തെ ദർശിക്കാൻ കഴിയുന്നവനാണ് ബ്രാഹ്മണൻ. അങ്ങനെ ഒരു ബ്രാഹ്മണനായിട്ട് ആ ലോകമേ ഒന്നായിട്ട് കാണുവാൻ ശ്രമിക്കുക. എന്നിട്ട് അപ്പോൾ ലക്ഷ്മിയും ദ്വയമായിട്ടാണല്ലോ ജനിക്കുക. ലക്ഷ്മി ജനിച്ചവിടെയാണ് ശ്രീലങ്കയിലാണ്, പത്മയായിട്ട്. എന്നിട്ട് അവർ തമ്മിൽ വിവാഹം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. കഥയിൽ ഇങ്ങനെയെല്ലാം വരുമ്പോൾ പറഞ്ഞെല്ലാം പോകും. ഇവിടെ ലക്ഷ്മി എന്ന് പറയാൻ കാരണം അന്ന് ദേശവുമില്ല, കാലമൊന്നുമില്ല. കല്യാണം കഴിക്കുന്നത് എവിടുത്തെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത പറയുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ ഭൗതികവാദികളാണെങ്കിലും ഇന്നും നമ്മളും നമ്മളെ മക്കൾ അവിടെ നിന്നല്ലായിരിക്കും ചിലപ്പം കല്യാണം കഴിക്കുക വേറെ ഏതെങ്കിലും നാട്ടിലോ വല്ല അമേരിക്കയിലോ ചൈന. ഇപ്പം ചൈനയിലും പോകുന്നുണ്ട്. ചൈനയിൽ അവിടെ ആരെങ്കിലും ആയിരിക്കും കെട്ടുന്നുണ്ടാകും. അപ്പം ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ശ്രീലങ്ക എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അന്ന് കഥ എഴുതുമ്പോൾ അടുത്ത് ഉള്ള ദേശം ശ്രീലങ്കയുടെ അന്യദേശം വിദേശം എന്ന അർത്ഥത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വിവാഹം കഴിച്ചു. അക്കാലത്ത് ഇല്ലാത്തവരായ ബൗദ്ധന്മാരാണ് ലോകത്തിൽ മുഴുവൻ നിറഞ്ഞിരുന്നത്. ബൗദ്ധന്മാർ എന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധമതക്കാരെന്നുള്ള ചിന്ത വരും. വേദത്തിലെ ബൗദ്ധന്മാർ എന്ന് പറഞ്ഞത് ഭൗതിക സുഖത്തിൻ്റെ പിന്നാലെ പോകുന്നവരെ കൊണ്ട് ലോകം നിറഞ്ഞു എന്നാണ്. ലോകം മുഴുവൻ ഭൗതിക സുഖത്തിൻ്റെ പിന്നാലെ നടക്കുകയാണ്. ഞാനെന്ന ചിന്ത വെച്ച് എനിക്ക് വേണ്ടി, അതും എന്തിനു വേണ്ടി? ഉദരം നിറക്കാനും ലൈംഗിക തൃപ്തിക്കും വേണ്ടി. 2 ലക്ഷ്യമേ ഉള്ളൂ. ഉദരം നിറക്കാൻ വേണ്ടിയിട്ട് നടക്കുക, ലൈംഗികത. അപ്പോഴാണ് എല്ലാം എനിക്ക് തന്നെ വേണം, പെണ്ണുങ്ങളെ എല്ലാം കിട്ടിയാൽ കൊള്ളാമെന്നുള്ള നിലയിലാണ് നടക്കുന്നത്. കാണാലോ, സിനിമാ ലോകത്ത് കണ്ട സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടല്ലോ.
എല്ലാ സുഖവും സമൃദ്ധിയും വാരിക്കൂട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ സ്ത്രീകൾ എന്തെല്ലാം നമ്മൾ കണ്ടത്, അതിനെപ്പറ്റിയൊന്നും അധികം പറയുന്നില്ല. അതിൻ്റെ പിന്നാലെയുള്ള ഓട്ടമാണ്. എന്നിട്ടോ അവിടെ വെച്ച് അപ്പോൾ ഇവരുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. ഭൗതിക സുഖത്തിൻ്റെ പിന്നാലെ പെണ്ണിൻ്റെയും വയറ് നിറക്കാനെന്ന് പറഞ്ഞാൽ എല്ലാം എനിക്ക് വേണമെന്ന സ്വാർത്ഥതയുടെ പേരിൽ. അത് തന്നെയാണ് മഹാഭാരത യുദ്ധത്തിൽ ചൂതുകളിയിലൂടെ പണം സമ്പാദിക്കുക. ചൂതുകളിയിലൂടെ എളുപ്പത്തിൽ പണം എങ്ങനെയൊക്കെ സമ്പാദിക്കണം. അത് തന്നെയാണ് ഇവിടെ വേറെ രൂപത്തിൽ പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. അപ്പൊ അവരുമായിട്ട് ഏറ്റുമുട്ടുന്നു. അത് തന്നെയാണ് മഹാഭാരത യുദ്ധം, ആദ്യത്തെ കൽക്കി പുരാണത്തിലെ ആദ്യത്തെ ഭാഗം. അവരുമായി ഏറ്റുമുട്ടി അവരുടെ നേതാവിനെ കൊല്ലുന്നു. അപ്പോൾ ആ രാജാവ് എന്ത് ചെയ്യുന്നു? അവരുടെ ദേവി മായാദേവിയാണ്. മായാദേവി, അത് വിഷ്ണു മായ കൊണ്ടാണല്ലോ ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് വിഷ്ണുവിൻ്റെ ഭാര്യ തന്നെയാണ് മായാദേവിയായിട്ട് വന്നത്. മായാലോകമാണ്. മായയിൽ അകപ്പെട്ടിട്ട് നമ്മളെല്ലാം, അതും ആ ശക്തി തന്നെയാണ് നമ്മളിങ്ങനെ ചിന്തയെല്ലാം ഉണ്ടാക്കിയിട്ട് ചെയ്യിപ്പിച്ച് വെച്ചിരിക്കുന്നത്. മായയിലാപ്പെടുന്നതാണ് നമ്മളിൽ ഞാൻ എന്നൊരു ചിന്ത ഉണ്ടാകുന്നത്. നമ്മൾ ജീവിതത്തിൽ ആ ശക്തി നമ്മളെ വിട്ടിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാകാതെ നമ്മൾ എനിക്ക് വേണ്ടി എന്ന ചിന്ത കൊണ്ട് ഉണ്ടാക്കിയാകുമ്പോൾ ഈ ദോഷങ്ങളെല്ലാം ഉണ്ടാകും. വിഷ്ണുവിൻ്റെ ഭാര്യ തന്നെയാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം, നമ്മളെ മായ കടിമപ്പെട്ടിട്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേദപുരാണങ്ങൾ പറഞ്ഞാൽ പാപമില്ല പുണ്യമില്ല എല്ലാം ചെയ്യിപ്പിക്കുന്ന ഈ മായാദേവി തന്നെയാണ്, വിഷ്ണുവിൻ്റെ ഭാര്യ തന്നെയാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പാപമില്ല പുണ്യമില്ല സ്വർഗമില്ല നരകമില്ല എന്നെല്ലാം പറഞ്ഞു വെച്ചത്. ഇപ്പം നമ്മളിൽ ഞാനെന്നൊരു വികാരം ഉണ്ടാക്കുമ്പോൾ കാലം നമ്മളെ കൂടെ നിൽക്കുക. ഇപ്പോൾ ചെറുപ്പത്തിൽ നമ്മളെന്താണ്? യുവാക്കളാണ്. അപ്പം നമ്മളുടെ യുവാക്കളുടെ ലോകമാണ്. ഇപ്പം നമ്മളെ കൂടെ കൂടും, നമ്മളെ കൊണ്ട് എല്ലാം പ്രവർത്തിക്കുന്നു. നമ്മൾ വയസ്സന്മാരാകുമ്പോൾ നമ്മൾ പഴഞ്ചനായി, നമ്മളെ മക്കളായിരിക്കും യുവാക്കൾ. അപ്പം മക്കളെ പിടിച്ചുകൊണ്ടായിരിക്കും പിന്നെ കാലം പ്രവർത്തിക്കുക. അപ്പം നമുക്കത് ഇഷ്ടപ്പെടില്ല. കാരണം നമ്മളെ പരിപാടിയിൽ പൊളിക്കുന്ന പരിപാടിയാണ് മക്കൾ ചെയ്യുക. കാരണം ലോകം മാറിപ്പോയി, കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ പാട് വിട്ടിട്ട് ഭക്ഷണമെല്ലാം കുറച്ച് കഴിച്ച് എത്രയോ കിലോമീറ്റർ നടന്നിട്ടെല്ലാം പഠിച്ച് വന്നു മക്കളെ പോറ്റി എന്നെല്ലാം പറയുന്ന ആ സ്ഥിതിയല്ലല്ലോ. പക്ഷെ മക്കൾ വലുതാകുമ്പോൾ അവർക്ക് സൗഭാഗ്യമുള്ള ആളാണ്. അന്ന് കാറുണ്ട്, ബൈക്കുണ്ട്, എല്ലാം ഉണ്ട്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യം എന്താണ്? അപ്പം നമ്മൾ അവരെ കുറ്റം പറയും. അവർക്ക് ഇപ്പം അച്ഛനും അമ്മേനെയോടൊന്നും ചിന്തയൊന്നുമില്ല, അവർ വേറെ ലോകത്താണ്, അവരുടെ കാലഘട്ടമാണ്. അപ്പോഴാണ് നമ്മളതിനോട് എന്ത് പറയുന്നത്? നിങ്ങൾ സന്യസിക്കാൻ പോയിക്കൊള്ളുക. പിന്നെ ഗാനപ്രസ്ഥം സന്യാസം വിട്ടെറിഞ്ഞ് മക്കൾക്ക് വിട്ടെറിഞ്ഞ് കൊടുക്കണം. അപ്പോൾ നമ്മളെന്തായി മാറും? നമ്മളെ അസുര സ്വഭാവം നമ്മളിലേക്ക് വരും. കാരണം കാലം മാറിപ്പോയി. നമ്മളെ സ്വഭാവത്തിനനുസരിച്ച ലോകം നമ്മളെ ചെറുപ്പത്തിലാണ്. അന്ന് നമ്മൾ ചിന്തിക്കുന്നത് പുരോഗമനപരമായിട്ടാണ്. കാരണം നമ്മളെ അച്ഛനെ അമ്മനെ കാട്ടി പുരോഗമനമായിട്ടാണ് നമ്മളന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ട് കാലം നമ്മളെ കൂടെ നിൽക്കും. പക്ഷെ നമ്മൾ വയസ്സാക്കുമ്പോൾ പിന്നെ മക്കളെ കൂടിയാണ് നിൽക്കുക. ലോകമാണ് പുരോഗമിച്ചു പോയി, പക്ഷെ നമ്മൾ പുരോഗമിക്കുന്നില്ല. നമ്മൾ വയസ്സന്മാരാകുകയുന്നു, നമ്മൾ പിന്നോട്ടേക്ക് വലിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴും നമ്മൾ അസുരന്മാരായി മാറും. അത് തന്നെയാണ് അമ്മായിയമ്മ മരുമകൾ പോലെന്നെല്ലാം കാര്യമുണ്ടാകുന്നത്. അങ്ങനെയെല്ലാം സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലൊന്നും മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് പാപവുമില്ല പുണ്യവുമില്ല. കാലം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും. നമ്മളും അതിനനുസരിച്ച് വിട്ടുകൊടുത്തു നോക്കുക, അല്ലാതെ അതിനെ പിന്നോട്ടേക്ക് വലിക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് പാപമില്ല പുണ്യമില്ല. അപ്പോൾ എന്ത് പറ്റി? മായാദേവിയെ വിളിക്കുന്നു. മായാണല്ലോ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. മായാദേവി വന്നപ്പോൾ കൽക്കിയാണല്ലോ നീതിക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം എന്നിട്ട് ഒന്ന് ശരിയാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പോഴാണ് മായാദേവിയുടെ നിന്നപ്പോൾ കൽക്കിൻ്റെ കൂടെയുള്ള സേനകളെല്ലാം എന്തായിപ്പോയി? മായാദേവിയിൽ മോഹിച്ചിട്ട് അവരെല്ലാം ബോധം കെട്ടങ്ങ് പ്രതിമ കണക്കെ ആയിപ്പോയി. കാരണം ആരെയും കിട്ടാനില്ല. എല്ലാവരും ഈ മായേൻ്റെ പിന്നാലെ ഓടുകയാണ് ഈ യുഗത്തിൽ. ഈ മായേൻ്റെ പിടിയിൽ അവർന്നിരിക്കുക. അവരിൽ നിന്ന് ഒന്ന് മോചിപ്പിച്ചിട്ട് ശരിയായ ബുദ്ധി തലയിൽ കയറ്റി കൊടുക്കാൻ
കൽക്കി വിചാരിച്ചാലും നടക്കുന്നില്ല. അപ്പം കൽക്കി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ യുദ്ധക്കളത്തിൽ നേരിട്ട് വന്നിട്ട് മായാദേവീൻ്റെ മുമ്പിൽ വന്നിട്ട് കണ്ണിൽ തന്നെ അങ്ങനെ നോക്കിയിരുന്നു. അപ്പം മായ കണ്ണിൽ നോക്കി അന്നേരം മനസ്സിലായി ഇത് മറ്റേ കൽക്കി എന്ന് പറയുന്ന വിഷ്ണുവാണ്. അപ്പം മായ എന്ത് ചെയ്തു, നേരെ വിഷ്ണുവിലേക്ക് അങ്ങ് പോയി ലയിച്ചു. അതോടുകൂടി മായ ഇല്ലാതായി. ആ യുദ്ധക്കളത്തിൽ വെച്ചിട്ടാണ് മായ അപ്രത്യക്ഷമാകുന്നത്. മായ അപ്രത്യക്ഷമായപ്പോൾ ഈ കൽക്കിൻ്റെ സേനകളെല്ലാം റെഡിയായി. പിന്നെയാണ് മഹാഭാരത യുദ്ധം. മഹാഭാരത യുദ്ധത്തിൽ പിന്നെ എന്തേ ഉള്ളൂ, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള എപ്പോഴാണ് ബോധം വരുന്നത് ജനത്തിന്. എല്ലാ ജനങ്ങളും പിന്നെ ഇറങ്ങിത്തിരിക്കുക. അതുവരെ മായയിൽ അകപ്പെട്ട് കൊണ്ടിരുന്ന ജനങ്ങളെല്ലാം പിന്നെ ഈ പക്ഷത്തേക്ക്, പാണ്ഡവ പക്ഷത്തേക്ക് ചേരും. നമ്മൾ പിന്നെ ഒരു ലോകമഹായുദ്ധത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. യുക്രൈൻ വെച്ചുകൊണ്ട് വലിയൊരു ലോകം രണ്ടായി തിരിഞ്ഞിട്ടുണ്ട്. വലിയൊരു ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. കുറേ കഴിയുമ്പോൾ എല്ലാവരും കൂടി ആ ധർമ്മത്തിൻ്റെ പക്ഷത്തിലേക്ക് നീങ്ങും. അതുവരെ മായയിൽ അകപ്പെട്ടിട്ട് മറ്റേ പക്ഷത്ത് നിൽക്കുകയാണ്. ഏത് പക്ഷമൊന്നും ഞാൻ പറയില്ല, അത് അവരവരുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ മതി. ഇവിടെ കുറേ കഴിയുമ്പോൾ യുദ്ധം മൂർധന്യത്തിലെത്തുമ്പോൾ മായ അങ്ങ് അകലും. പിന്നെ ഒരു പ്രളയം നടക്കുമ്പോൾ പിന്നെ മായയുടെ സ്വാധീനം കുറവാണ്. നമ്മളെ തന്നെ മറന്നുകൊണ്ട് നമ്മൾ ആ പ്രളയത്തെ അതിജീവിക്കാൻ ശ്രമിക്കും. അതുപോലെ ഒരു മഹാഭാരത യുദ്ധം, മൂന്നാം ലോകമഹായുദ്ധം, ലോകം മുഴുവൻ ഏറ്റുമുട്ടുമ്പോൾ പിന്നെ എല്ലാവരും മായയിൽ നിന്ന് വേർപെട്ടുകൊണ്ട് ലോകത്തെ രക്ഷിക്കാനുള്ള ആ യുദ്ധത്തിൽ പങ്കെടുക്കും. പിന്നെ കൽക്കി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ബൗദ്ധന്മാരെ എല്ലാം കൊന്നൊടുക്കിയിട്ട് അവരുടെ സ്വത്തെല്ലാം എടുത്തിട്ട് ഭക്തരായ ജനങ്ങൾക്ക് നൽകി. അപ്പം ബൗദ്ധർ എന്ന് പറയുമ്പോൾ ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോകുന്നവരിൽ നിന്നെല്ലാം എടുത്തിട്ട്, ഭക്തജനങ്ങൾ എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മത്തിന് വേണ്ടി കർമ്മം ചെയ്യുക, ലോക പുരോഗതിക്ക് വേണ്ടി നിസ്വാർത്ഥ കർമ്മം ചെയ്യുന്ന ജനങ്ങൾക്ക് ആയിട്ട് നൽകി. ഈ സമയം അവരുടെ ഭാര്യമാരെല്ലാം കൂടിയിട്ട്, ലോകം മുഴുവനുള്ള ബൗദ്ധന്മാരുടെ എല്ലാം ഭാര്യമാരെ എതിർക്കാൻ വന്നപ്പോൾ അവരെയും ഇദ്ദേഹം കൽക്കി സ്വന്തം ദിവ്യശക്തിയാൽ അവരെയെല്ലാം സമാധാനിപ്പിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു, ഭൂമിയിൽ ശ്രേഷ്ഠ രാജ്യങ്ങൾ പടുത്തുയർത്തി. അപ്പം ലോകം മുഴുവൻ ശ്രേഷ്ഠമായ രാജ്യങ്ങൾ പടുത്തുയർത്തി എന്ന് വെച്ചാൽ ലോകം ഒന്നായി തീർന്നു. എല്ലാവരും ലോക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഒരു ജനമായിട്ട് മാറി. അത് തന്നെയാണ് വസുദേവ കുടുംബം, അത് തന്നെയാണ് അവൻ്റെ രാജ്യം എന്നെല്ലാം പറയുന്നത്. എന്നിട്ട് കൽക്കി ലോകത്തെങ്ങും ധർമ്മ സംരക്ഷണം ചെയ്തുകൊണ്ട് ചുറ്റിക്കറങ്ങി. അപ്പം പിന്നെ കൽക്കിയുടെ കാലഘട്ടമാണ്. ലോകത്ത് ധർമ്മമേ നിലനിൽക്കുന്നു. എല്ലായിടത്തും ധർമ്മം മാത്രം. ലോക നന്മയ്ക്ക് വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് കർമ്മം ചെയ്യുന്ന ഒരു യുഗം. അതിൻ്റെ ശേഷം കുറേ കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എല്ലാവരും ഞാനെന്ന ചിന്ത വെച്ചിട്ട് തന്നെയാണ് കർമ്മം ചെയ്യുന്നത്. പക്ഷേ കുറേ ലോകത്തെ ചിന്തിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്ന ഒരു ജനവിഭാഗം ഉണ്ടായി എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സ്വാസ്ഥ്യതയെല്ലാം വിട്ടുകൊണ്ട് ലോകത്തെ ഒന്നായി കണ്ടുകൊണ്ട് ഉള്ള ഒരു ലോകമായിട്ട് മാറ്റി. അതിന് ശേഷം കുറേ കഴിയുമ്പോൾ ഈ ഞാനെന്ന വികാരം ഉണ്ടാക്കുമ്പോഴുള്ള ഒരു കുഴപ്പമാണ്. എന്താകും, അവസാനം പിന്നെ എല്ലാവരും സ്വാർത്ഥമതികളാകും. അങ്ങനെയാണ് മഹാഭാരത കഥയിൽ പാണ്ഡവർക്ക് കൗരവരുടെ സ്ഥലങ്ങളെല്ലാം പാണ്ഡവരുടെ കയ്യിലെത്തുന്നുണ്ട്. പിന്നെന്ത് പറ്റുന്നുണ്ട്, ലോകം ഒന്നായി നല്ലൊരു ലോകത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എന്ത് പറ്റുന്നുണ്ട്, ഇതേ യാദവന്മാർ തമ്മിൽ തല്ലുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും പിന്നെ എന്ത് സംഭവിക്കും, ഈ കഥയിലും അത് തന്നെയാണ് പറയുന്നത്. പിന്നീട് ദുഷിക്കും, പിന്നെയാണ് പ്രളയം വന്നിട്ട് എല്ലാം നശിക്കുന്നത്. അതെല്ലാം
കൽക്കി പുരാണത്തിൻ്റെ അടുത്ത ഭാഗത്തിൽ പറയാം.